ഇപ്പം ഭയങ്കര ചൂടുള്ള ടൈമല്ലേ. അപ്പം ഈ ചൂടുള്ള ടൈമിൽ ഏതൊക്കെ പ്ലാന്റ്സാണ് വളർത്താൻ പറ്റുമെന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പം പ്ലാന്റ്സ് കാണുമ്പോൾ വാങ്ങണം എന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ വാങ്ങാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെയുള്ള വേനൽക്കാലങ്ങളിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടികളാണ് ടെക്കോമ ചെടികൾ. ടെക്കോമ ചെടികൾ നമുക്കറിയാം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നട്ടുവയ്ക്കൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഇതിന് നല്ല സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ടെക്കോമ. അപ്പോൾ അതിൻ്റെ ഒരു 5 വെറൈറ്റി കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് ഓറഞ്ച് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. പിന്നെ നല്ല ഡാർക്ക് യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. ഈ 4 ടൈപ്സും ഷെബ് ടൈപ്പാണ്. കുറ്റിച്ചെടിയാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അത് മരമായിട്ട് വളർത്തണമെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബുഷി ടൈപ്പാക്കിയിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അത് കൂടാതെ നമ്മുടെ കയ്യിൽ 2 ക്രീപ്പർ ടൈപ്പ് ടെക്കോമ വെറൈറ്റീസ് കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വെള്ള കളറിൽ പൂക്കളുണ്ടാവുന്നതും വെള്ള കളറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് ഡിസൈനിൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റും കൂടി ഈ ടെക്കോമ വെറൈറ്റീസിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ 2 ക്രീപ്പർ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നത് 65 രൂപ വെച്ചിട്ടാണ്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ബുഷി ടൈപ്പിലുള്ള ടെക്കോമ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് ഓരോ വെറൈറ്റിയും 100 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ബുഷി ടൈപ്പിൽ നമ്മൾ കൊടുക്കുന്ന ടെക്കോമ വെറൈറ്റീസിലൊക്കെ പൂക്കൾ ഉണ്ടായിരിക്കും. ഹൈബ്രിഡ് വെറൈറ്റീസാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൽ തന്നെ പൂക്കൾ നിറയെ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് മെലസ്റ്റോമ ചെടികൾ. മെലസ്റ്റോമയുടെ 3 കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന രീതിയിലുള്ള വയലറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും പിന്നെയുള്ളത് വെള്ള കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ്. ഈ 2 വെറൈറ്റീസ് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാവുന്ന വെറൈറ്റീസാണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് മഞ്ഞ കളറിൽ പൂക്കളുണ്ടാകുന്ന ഒരു മെലസ്റ്റോമ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾക്ക് മറ്റ് മെലസ്റ്റോമ ചെടികളുടെ ഇലകളായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ചും കൂടി ചെറിയ ഇലകളായിരിക്കും കേട്ടോ അതിനുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ഇലകൾക്കുള്ളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം ഈ 3 ടൈപ്പിലുള്ള മെലസ്റ്റോമ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത് കേട്ടോ. ഇതിൽ യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന മെലസ്റ്റോമ നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് 75 രൂപയ്ക്കാണ്. ബാക്കി 2 വെറൈറ്റീസ് സെയിൽ ചെയ്യുന്നത് 80 രൂപ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വെയിലത്ത് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഹൈഡ്രാഞ്ചിയ ചെടികൾ. ഈ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനൊക്കെ വെയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 4 വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആ 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ്. ചെറുതിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഹൈഡ്രാഞ്ചിയുടെയും കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയും ബാക്കിയുള്ള 3 കളേഴ്സിന് റേറ്റ് വരുന്നത് 70 രൂപ വെച്ചിട്ടാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലാന്റാണ് റോസിഡോ പ്ലാന്റ്സ്. ഇത് നമുക്ക് വെയിലുള്ള സ്ഥലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചെടികളാണ് കേട്ടോ. അതിൻ്റെ 3 ഷെയ്ഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡാർക്ക് യെല്ലോ കളറിൽ പൂ ഉണ്ടാവുന്നതും ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയും. ഈ ഒരു 3 വെറൈറ്റീസ് ഇപ്പം അവൈലബിൾ ആണ് സെയിലിന്. നമ്മൾ ഇതിൽ റെഡ് ഇപ്പം സെയിൽ ചെയ്യുന്നത് 90 രൂപ വെച്ചിട്ടാണ്. വൈറ്റ് സെയിൽ ചെയ്യുന്നത് 120 രൂപയ്ക്കാണ്. യെല്ലോ കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടി സെയിൽ ചെയ്യുന്നത് 100 രൂപയ്ക്കുമാണ്. വെച്ചാൽ റേറ്റ് വ്യത്യാസമുണ്ട് 3 പ്ലാന്റിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്തെടുത്ത് പറഞ്ഞത്. 3 പ്ലാന്റിൻ്റെയും റേറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ 3 വെറൈറ്റീസും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഈ ജസ്റ്റീഷ്യ പ്ലാന്റ്സും നമുക്ക് ഈ ഒരു ടൈമിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഈ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് ഈ ഒരു ടൈമിൽ വളരുന്നുണ്ട്. ഈ ജസ്റ്റീഷ്യയുടെ ഒരു റോസ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് സെയിലിനുള്ളത്. അതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 80 രൂപയ്ക്കാണ്. ഈ സൈസുള്ള ചെടികളാണ് അയച്ചു തരുന്നത്. ഇത് എക്സ്മസ് കാറ്റസ് എന്ന് പറയുന്ന വെറൈറ്റി ചെടികളാണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഇതിന്
വെള്ളം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ ഇതിന് എക്സ്ട്രാ കെയറിങ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ലാത്തൊരു ക്യാറ്റസ് വെറൈറ്റിയാണിത്. കൂടാതെ അതിൽ പൂക്കളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലുള്ള ഡാർക്ക് നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന എക്സ്മസ് ക്യാറ്റസ് വെറൈറ്റീസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു 6 ഷെയ്ഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലോരോ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 40 രൂപ വെച്ചിട്ടാണ്. ജിഫി സൈസിലുള്ള പ്ലാന്റ്സാണ് അയക്കുന്നത്. പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഹോയ വെറൈറ്റീസാണ്. ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു 7 കളേഴ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 7 കളേഴ്സും കൂടെ കൂടിയിട്ട് നമ്മളൊരു കോംബോ പാക്ക് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. 490 രൂപയാണ് ഈ 7 പ്ലാന്റ്സിനും കൂടെ നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഇത് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് ഹോയ പ്ലാന്റ്സ്. അധികം കെയറിങ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും. ഇതിൻ്റെ ഇലകൾക്കും തണ്ടുകൾക്കൊക്കെ നല്ല കട്ടിയുള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വെയിലത്തൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗന്ധരാജൻ എന്ന് പറയുന്ന വെറൈറ്റിയും നമുക്ക് ഈ ഒരു ടൈമിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ്. വെള്ള നിറത്തിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. വളരെ ഭംഗിയിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിന് മണവും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് 120 രൂപയ്ക്കാണ്. വലിയ ചെടികളാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് സാൻഡ് പേപ്പർ വൈനിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. ഒരു 3 ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഒരെണ്ണം നല്ല നീല കളറിൽ പൂക്കളായി ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. സാൻഡ് പേപ്പർ വൈനിൻ്റെ നമുക്കറിയാം കൊലകളായിട്ടാണ് പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടായി കിടക്കുന്ന നല്ലൊരു വള്ളിച്ചെടിയാണ് ഈ സാൻഡ് പേപ്പർ വൈൻ അഥവാ പെട്രിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നീല കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ വെള്ള കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഒരു പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ 3 വെറൈറ്റീസ് സെയിൽ ചെയ്യുന്നതിൽ ഒരെണ്ണം 80 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഈ പ്ലാന്റ്സ് നമുക്ക് വെയിലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. ഇത് മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വള്ളിച്ചെടിയാണ്. ക്യാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണിത്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ ഒരു തൈ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് 60 രൂപയ്ക്കാണ്. ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഇതും ഒരു വള്ളിച്ചെടി തന്നെയാണ്. ഇതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ കാണിക്കുന്നത് 2 ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വെറൈറ്റീസാണ്. ഇത് രണ്ടും വള്ളിച്ചെടി തന്നെയാണ്. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇതൊക്കെ. നമുക്ക് ആർച്ചിലും മതിലിൽ അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ ഇത് വളർത്താൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അപ്പോൾ ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ 2 വെറൈറ്റീസും സെയിൽ ചെയ്യുന്നത് 50 രൂപ വെച്ചിട്ടാണ്. ഇത് നീലക്കൊടുവേലി എന്ന് പറയുന്ന ചെടിയാണ്. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് നീലക്കൊടുവേലി എന്ന് പറയുന്നത്. നീല കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ്. ഇതിന് അങ്ങനെ സീസണൊന്നുമില്ല പൂക്കൾ ഉണ്ടാവുന്നതിന്. എപ്പോഴും തന്നെ പൂക്കൾ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ നീലക്കൊടുവേലി. അതുപോലെ തന്നെ അധികം കെയറിങ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടി കൂടിയാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല മണമുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയാണ് മണിമുല്ല എന്നറിയപ്പെടുന്ന വെറൈറ്റി. ഈ പ്ലാന്റ് നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് ഇട്ടിട്ടുള്ളത് 70 രൂപ വെച്ചിട്ടാണ് ഒരു തൈ. നമുക്ക് ഒരുപാട് സെയിലാവുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂക്കൾ ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. പക്ഷേ കൊലകളായിട്ടാണ് ഉണ്ടാവുന്നതും വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ. പിന്നെ വരുന്നത് ലേഡി ഷൂവിൻ്റെ 2 വെറൈറ്റീസാണ്. ലേഡി ഷൂവിൻ്റെ റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ് സ്റ്റോക്കുള്ളത്. ഇതിൻ്റെ 2 തൈകളും 60 രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റ് 2 വള്ളിച്ചെടികളാണ് ലെഡിഷ്യൂൻ്റെ ഈ 2 വെറൈറ്റീസും. ഇനിയുള്ളത് ഇതേപോലെ തന്നെ ബ്രൈഡൽ ബക്കറ്റിൻ്റെ 2 വെറൈറ്റീസ് അവൈലബിൾ ആണ്. വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതും യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയും. ഇതിൻ്റെ പൂക്കൾക്ക് ചെറിയൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ 2 വെറൈറ്റീസും നമ്മൾ 60 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ്. ലിപ്സ്റ്റിക് പ്ലാന്റ്സിനും അങ്ങനെ ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ല. ഈ ഒരു ചൂടുള്ള ടൈമിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 8 വെറൈറ്റീസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ 8 വെറൈറ്റീസും കൂടെ ഒരു കോംബോ റേറ്റിലാണ് ഈ വീഡിയോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹാങ്ങിങ്ങിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സ്.
വെള്ളം നമുക്ക് പാകത്തിന് നനച്ചു കൊടുക്കാവുന്ന ചെടിയാണ്. രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കാം. ഈ 8 വെറൈറ്റീസിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 380 രൂപയാണ്. ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഈ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്നുണ്ട്. സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് അല്ല, പെട്ടെന്ന് തന്നെ വളർന്ന് ഹാങ്ങിങ് പോട്ടിലൊക്കെ ആണെങ്കിൽ ആ പോട്ടൊക്കെ ഫില്ലായിട്ട് വളരെ ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ്. പൂക്കളുണ്ടാകുന്ന ചെടികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മുന്നേയുള്ള വീഡിയോസും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പ്ലാന്റ്സിൻ്റെ റേറ്റും സൈസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ടൈമിൽ അധികം കെയറിങ് ഇല്ലാണ്ട് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികൾ മാത്രമാണ് കേട്ടോ. അത് മെയിനായിട്ട് പൂച്ചെടികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പ്ലാന്റ്സ് വേണ്ടുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എല്ലാവരും. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പ്ലാന്റ്സ് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടുന്നവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക.